കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായിരിക്കണം. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ആയിരിക്കുന്നവർ, ജോലി ചെയ്യുന്നവരാണെങ്കിലും ശുശ്രൂഷയിലായിരിക്കുന്നവർ, എല്ലാ മേഖലയിലുമുള്ളവർ അനിന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് നിഷ്കളങ്കതയുള്ളവരാകണം. പെറുപെറുപ്പും വാദവും എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ആ കംപ്ലൈനിങ് അങ്ങ് പോകണം. ആർഗ്യൂയിങ്, പലരുമായിട്ട് നടത്തുന്ന ആർഗ്യൂയിങ്, ആ ഒരു സ്വഭാവം മാറിപ്പോകണം. ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ വാദിക്കുന്നത് നിർത്ത്. നമ്മൾ പറയുന്ന ഭാഗം മറ്റുള്ളവർ മനസ്സിലാക്കിയില്ലെന്ന് വരും. അവിടെ വളരെ ശാന്തമായിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആർഗ്യൂ ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. കംപ്ലൈനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ പെറുപെറുപ്പിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കട്ടെ. ആർഗ്യൂയിങ്ങിൽ നിന്ന്, വാദിക്കുന്നതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കട്ടെ. 15-ാം വാക്യം, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. നമ്മളെ ജ്യോതിസ്സുകളെ പോലെ തേജസ് പ്രകടമാക്കുന്ന, പ്രകാശം പരത്തുന്നവരായിട്ട്, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നമ്മെ പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ്.